അപ്പോൾ വെച്ചാൽ നമ്മുടെ മറാഠിയിലെ ഹിന്ദി സ്കൂളിലെ പിള്ളേരെ കൊണ്ടുവന്ന ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി പിള്ളേരെ കൊണ്ട് നേരെ പോകാൻ പോകുന്നത് തുമ്പയിലോട്ടാണ്, നമ്മുടെ ISROയിലോട്ട്. അവിടെ ഇവർക്ക് കുറച്ച് ഐവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയ മലയിൽ ISRO പാർട്സൊക്കെ ഉണ്ടാക്കുന്ന റോക്കറ്റിൻ്റെ പാർട്സൊക്കെ ഉണ്ടാക്കുന്ന വലിയ മലയിലെ പ്ലാനിലോട്ട് പോകും. അതാണ് ഉച്ചയ്ക്ക് ശേഷം. അപ്പം ഈ 2 സ്ഥലങ്ങളാണ് ഇന്ന് ഇവരെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെച്ചാൽ എല്ലാവർക്കും മോഹൻലാൽ ലൊക്കേഷനിൽ കിടിലം കിടക്കാച്ച വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വെച്ചാൽ നമ്മുടെ വണ്ടിയും ബൈക്കിങ്സിൻ്റെ വണ്ടിയും രാവിലെ തന്നെ റെഡി ആയി നിൽപ്പുണ്ട്. നമ്മളെ പയ്യന്മാരെല്ലാം ഇവിടെ റെഡിയാണ് ഗൈസ്. അപ്പോൾ സാറ് നമ്മുടെ സാരി എല്ലാവരും രാവിലെ തന്നെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് തുമ്പയിലോട്ട് പോകുന്നവരെ പറ്റുന്നത്ര വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ സാറിന് മടിയാണ്. ഒരു മിനിറ്റ് വീഡിയോ എടുക്കുമ്പോഴേ പറയും കൈ കിടക്കണം. 2 നമ്മളൊരു മൈക്ക് വാങ്ങിച്ച് അത് അടിച്ചു പോകും. ഇങ്ങനെ മൈക്കിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് റണ്ണിങ് വിഷയം എടുക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. രാവിലെ അവൻ തലയൊക്കെ കൈ വയ്ക്കുന്നു. നമ്മൾ തുമ്പയിലേക്കാണ് പോകുന്നത്. ISROയുടെ അവിടേക്ക് ഇപ്പോൾ നമ്മൾ പോകുമ്പോഴായി ഇവിടെ നേരെ ഹൈവേ കയറി അങ്ങനെ കറങ്ങിയാണ് പോകുന്നത്. എനിക്ക് വഴി കറച്ചിട്ടപ്പോഴൊന്നും ഞാൻ അവൻ്റെ പറയുന്നു. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഓഫീസ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് അല്ലേ അപ്പോൾ സാർ? സൈഡിൽ നിന്ന് എത്ര ഞാൻ കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും വെള്ളം നിറഞ്ഞിരിക്കും. ഇല്ല, ഒരു കുപ്പിയിലൊക്കെ ഇതിലെ ഫുള്ളയച്ചു. ആ ഇത് നമ്മളെ സാധാരണ പ്ലാൻ ചെയ്തു. ചവിട്ടേ
നേരത്തെ പറയണല്ലേ ചവിട്ടൂല. സാർ രാവിലെ തന്നെ ഫുൾ ഓൺ ഫുൾ പവർ ഒന്ന് കാണിച്ചു. വയറിൽ മൊത്തം കഴിവാണ്. 2 വണ്ടിയും കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പാസ് എടുക്കാൻ കുറച്ച് സമയമാകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ 2 വണ്ടിയിൽ AC ഓണാക്കി പിള്ളേരകത്ത് ഇരുത്തിയിട്ടുണ്ട്. പിള്ളേർ തണുത്തൊക്കെ ഇരിക്കേണ്ടതന്നെ. നമ്മളങ്ങനെ ഫോണില്ലാത്ത വനവാസത്തിന് ശേഷം ഫോൺ കൈ കിട്ടിയിരിക്കുകയാണ്. രാവിലെ 10 മണിക്ക് കയ്യിൽ നിന്ന് പോയ ഫോണ് ഉച്ചയ്ക്ക് 1 മണിയായപ്പോഴാണ് കൈ കിട്ടിയത്. ഫോൺ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അമ്പു സാർ എവിടെയോ പറക്കുന്നു. ഒരു വെട്ടടിക്കും പേടിക്കല്ല. അടുത്ത വലതാണ്. അമ്മ ഫ്രണ്ട് കയറ്റിവിടാൻ പറഞ്ഞു. അമ്മ ഫ്രണ്ട് കയറ്റിവിടാൻ പറഞ്ഞു. അപ്പോൾ വെച്ചാൽ പറയാം, നമ്മളൊരു 1:45 നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് ചെറുതിന് പേരെന്തോന്നു? വലിയ മല. നമ്മുടെ ISROയുടെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. ഇവിടെ ഒരു ഗേറ്റിൽ ലിക്വിഡ് പ്രൊപ്പുലേഷൻ സിസ്റ്റം സെൻറ്റർ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ISRO പോലെ തന്നെയാണ്. ഫുൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ മറ്റേ നമ്മളെ സേഫ്റ്റി മെഷർമെൻറ്റ് സേഫ്റ്റിയുടെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്പോ അപ്പോൾ വെച്ചാൽ വരെ നമ്മളിവിടെ വന്നിട്ട് സമയം പോകാൻ വേണ്ടിയിട്ട് അമ്പു സാറിൻ്റെ നേതൃത്വത്തിൽ ചീട്ട് കളിക്കുകയാണ്. എല്ലാ വലിയ സാധനങ്ങളും എൻ്റെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സാറ് വെറും മണ്ടനായിട്ട് അറിയാണ്. അയ്യോ ഞാനില്ലേ കടയാടി കുഞ്ഞു വരുമ്പോൾ കളി.
വാശീറിയ 3 പേര് തമ്മിലുള്ള ബാക്കി കളി. ആ വച്ച സാധനം അങ്ങനെ നമ്മൾ സേഫ് ആണ്. ഇനി 2 പേര് തമ്മിലുള്ള വാശിയേറിയ കളിയിൽ അപ്പു സാറ് വിജയിച്ചിരിക്കുന്നു. കഴുതയായി നമ്മുടെ അമ്പു സാറിന്റെ എടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മള് ഒരു 4 സമയമൊക്കെ ആയപ്പം വലിയ മലയിൽ നിന്ന് പിള്ളേർ ഹൈവേയിലെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പം അവരെ എടുത്തുകൊണ്ട് നമ്മളിനി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഒരു ദർശനം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പം നമ്മൾ നെടുമങ്ങാടെത്തി. നെടുമങ്ങാട് കാച്ചാണി കയറി കവടിയാർ വഴി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാമെന്നുള്ള ഒരു ഐഡിയയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേര സമയമാണ്. അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം കൂടുതൽ ബ്ലോക്ക് റോഡിലുണ്ട്. വണ്ടി പറഞ്ഞു ഞാൻ വരപ്പെടും. അങ്ങനെ ബ്ലോക്കിനെല്ലാം തരണം ചെയ്ത് KSRTCയോടെ ഒക്കെ മൽപ്പിടുത്തമൊക്കെ പിടിച്ച് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പാർക്കിലെത്തി. ഇവിടെ എത്തി നമ്മൾ പിള്ളേർ വെളിയിറങ്ങിയപ്പോൾ ഒരു കാഴ്ചയാണ് നമ്മൾ ഞെട്ടിപ്പോയി. സംഭവം ഒരു നമ്മുടെ ISROയുടെ അവിടെ നിന്ന് കയറിയപ്പോൾ യൂണിഫോം ആയിരുന്നു. പക്ഷെ വണ്ടിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് തനി മലയാളികളെ പോലെ ക്ഷേത്രത്തിൽ കയറുന്ന ഇതായി. ഫൈക്കിങ്സിൻ്റെ വണ്ടി ഇതായി പോകുന്നത്. അത് വണ്ടിക്കകത്ത് വെച്ച് ഇവർ ഇത് ഡ്രസ്സ് മാറിയായിരുന്നു. അങ്ങനെ ഫൈക്കിങ്സിൻ്റെ ചെറുക്കൻ ഇതാ വരുന്നു. വരുന്ന വഴി മൊത്തം മഴ ആയതുകൊണ്ട് ബ്ലോക്കിനൊന്നും ഒരു കുറവുമില്ല. നമ്മളെ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഇതാ അടക്കണം നമ്മളെ വണ്ടി. തമിഴ്നാട് സ്റ്റേഷൻ വണ്ടിയുടെ കൂടെ നമ്മളെ വണ്ടി കൊണ്ടിട്ട് ഇനി ഫൈക്കിങ്സിൻ്റെ വണ്ടി കൂടെ അവിടെ കൊണ്ടിടും. ഫൈക്കിങ്സിൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അവർ ദർശനം കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ അവരെ എടുത്ത് തിരിച്ച് റൂമിൽ കൊണ്ട് വിട്ട് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് രാത്രി നമ്മളെ റൂമിൽ കിടന്ന ചീട്ടൊക്കെ കളിച്ചിട്ടാണ് ഉറങ്ങിയത്. നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായതുകൊണ്ട് ഉറങ്ങിപ്പോയി. ഇന്ന് രാവിലെ കഴിച്ചപ്പോഴാണ് ഔട്ടർ എടുത്തിട്ടുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.